അപ്രതീക്ഷിതമായിട്ടാണ് ഉപരാഷ്ട്രപതിയുടെ രാജി. ഒരുപക്ഷെ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇന്നലെ പാർലമെൻ്ററി സമ്മേളനത്തിന് ശേഷമാണ് രാജി അദ്ദേഹം നൽകിയത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ അവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് രാജി സമർപ്പിച്ചത്. പക്ഷേ ഇനി ആര് എന്നുള്ളൊരു ചോദ്യത്തിന് മുന്നിൽ 3 പേരുടെ പേരാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒന്ന് ശശി തരൂർ, രണ്ടാമത് പി ശ്രീധരൻപിള്ള, ആരിഫ് മുഹമ്മദ് ഖാൻ എന്നീ 3 പേരുകളാണ് പുറമെ വരുന്നത്. ഇതിൽ കൂടുതലും തരൂര് വരും എന്നുള്ളതാണ് വരുന്ന വാർത്തകളുടെ ഒരു ഉള്ളടക്കം എന്നുള്ളത്. ഈ തരൂര് തന്നെ വരുമെന്ന് പറയാൻ ഉറപ്പിച്ചു പറയുന്നത് തരൂരിനെ ചുറ്റിപ്പറ്റിയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് രാജ്യ തലസ്ഥാനത്ത് നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ എം പിയാണ്, കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ ഇപ്പോൾ ദേശസ്നേഹത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദിയെ വാനോളം വാഴ്ത്തുന്നു, നരേന്ദ്രമോദി സർക്കാരിനെയും വാഴ്ത്തുന്നു. അപ്പോൾ ഏതാണ്ട് ശശി തരൂര് ആ ഒരു ഭാഗത്തേക്ക് ചാഞ്ഞു കഴിഞ്ഞു എന്നാണ്. കോൺഗ്രസ്സുകാർ ഇദ്ദേഹത്തെ പറയാൻ ഇനി ഒന്നുമില്ല. അങ്ങനെ അവർക്കാകെ കൂടെ അരിശം പൂണ്ട് അവരാകെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിലാണിപ്പോൾ ഈ നിലവിലെ ഉപരാഷ്ട്രപതിയുടെ രാജിയും അദ്ദേഹത്തിന് 2027 വരെ കാലാവധി ഉണ്ടായിരുന്നു. 2022 ഓഗസ്റ്റിലാണ് അദ്ദേഹം പശ്ചിമ ബംഗാളിൽ നിന്ന് ഗവർണർ പദവിയിൽ നേരെ ഉപരാഷ്ട്രപതി പദവിയിലേക്ക് എത്തുന്നത്. അപ്പോൾ തരൂരിനായിരിക്കും ആ സാധ്യത എന്നുള്ളത്. തരൂര് നേരത്തെ സഹമന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്, എം പി ആയിരുന്നു. മറ്റ് ഗവർണർ പദവിയിൽ ഇരുന്ന് തന്നെ വരണമെന്നൊന്നും ഇല്ല. പക്ഷേ തരൂരിരുന്ന മറ്റ് സ്ഥാനമാനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നയതന്ത്ര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. ശശി തരൂർ ഉപരാഷ്ട്രപതി ആയാൽ ഇനിയിപ്പോൾ എം പി സ്ഥാനം രാജിവെക്കണമെന്ന് ഇല്ല, BJP-യിലോട്ട് ചേരണമെന്നുമില്ല. മോദി സർക്കാർ ഉപരാഷ്ട്രപതിയാക്കി കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും പറയുന്നത് BJP-യിൽ ചേർന്നു, BJP-യുടെ ഔദാര്യം പറ്റിക്കൊണ്ട് ഉപരാഷ്ട്രപതിയായി എന്നുള്ള ഒരു പേരുദോഷം ഉണ്ടാക്കാൻ ശ്രമിക്കും പലരും. പക്ഷേ ഇതിൽ നിന്നുകൊണ്ട് തന്നെ BJP-യിൽ ചേരാതെ തന്നെ എം പി സ്ഥാനത്ത് നിന്നുകൊണ്ട് ഉപരാഷ്ട്രപതി പദവിയിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനെ ഒന്നുകൂടെ തരൂര് വെട്ടിലാക്കുകയായിരിക്കും ചെയ്യുന്നത്. പിന്നെ തരൂരിന് എന്തുകൊണ്ട് യോഗ്യനാണ്. ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ ഉപരാഷ്ട്രപതിയുടെ കാലാവധി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത രാഷ്ട്രപതിയുടെ കാലാവധി അവസാനിക്കുമ്പോൾ ഈ ഉപരാഷ്ട്രപതിക്ക് ശശി തരൂർ ഉപരാഷ്ട്രപതി ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ രാഷ്ട്രപതി സ്ഥാനത്തിലേക്കും പോകാം. നമുക്ക് ഏതായാലും അഭിമാനിക്കാം, നമ്മുടെ ദിശപൗരനായിട്ടുള്ള ഡൽഹി നായരായിട്ടുള്ള നല്ല നായരല്ലേ ആണെന്നാണ് നമ്മുടെ പെരുന്നയിലെ മൂത്ത നായർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അംഗീകരിക്കുക, ഈ നായരെയും അംഗീകരിക്കുക. അപ്പോൾ പെരുന്നയിലൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കാണും, ലഡ്ഡു വിതരണം സുകുമാരൻ നായർ തുടങ്ങിക്കാണും. കാരണം നല്ല നായർ ഉപരാഷ്ട്രപതിയാകുന്നു എന്നുള്ള രീതിയിൽ. ഇനി സുകുമാരൻ നായരും വല്ല ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളൊക്കെ നടത്തിയോന്നറിയത്തില്ല BJP-യുമായിട്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP-യെ നമ്മൾ സഹായിച്ചേക്കാം, നല്ല ഒരു നായരെ ഉപരാഷ്ട്രപതിയെങ്കിലും ആക്കൂ എന്നുള്ള രീതിയിൽ. പക്ഷേ നായന്മാരുടെ മേലുല്ലാസമൊന്നും ഇല്ലെങ്കിലും തരൂരിന് കയറിപ്പോവാം. തരൂരിൻ്റെ വഴി നോക്കുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാരെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടല്ലേ തരൂരിൻ്റെ വഴിയിലൂടെ പോകുന്നത്. അത് കോൺഗ്രസ്സുകാരന്മാരായതുകൊണ്ട് അതെല്ലാം അനുഭവിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. വേറെ പല പാർട്ടി ആയിരുന്നെങ്കിൽ എന്നെ എടുത്ത് ദൂരെ എടുത്ത് എറിഞ്ഞേനെന്നറിയാം. അപ്പോൾ CPM ആണെങ്കിൽ എടുത്ത് ചെവിക്ക് പിടിച്ച് അങ്ങനെയാണെങ്കിൽ തരൂരിനും എതിർപ്പില്ല എന്നുള്ളത് വരുമ്പോൾ തരൂരിന് അറിയാം എം പി സ്ഥാനം രാജിവെക്കേണ്ട, BJP-യിലേക്ക് ചേക്കേറേണ്ട, കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പണി കൊടുത്ത് അതും രസിച്ച് നല്ല വലിയൊരു സ്ഥാനം നേടാം എന്നുള്ളത്. ഇത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല അവർക്ക്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഉപരാഷ്ട്രപതിയെ വല്ലതും പറയാൻ പറ്റുമോ? അതുകൊണ്ട് കോൺഗ്രസിനെ ആകെ കൂടെ വെട്ടിലാക്കുന്ന സകല ലക്ഷണവുമുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് നമുക്കൊരു ഉപതെരഞ്ഞെടുപ്പും കൂടി കാണാം. എന്തായാലും ഇതൊക്കെ BJP ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അമിത്ഷായും ഒക്കെ ഇപ്പോൾ RSSന്റെ മോഹൻ ഭാഗവത് ഡൽഹിയിലുണ്ട്, അമിത്ഷായുമായിട്ട് കൂടിക്കാഴ്ച നടത്തും. മറ്റൊരു കാര്യം കൂടെ നിൽക്കുന്നുണ്ട്, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു പേര്. നമുക്കറിയാം കഴിഞ്ഞ ഇപ്പം നമ്മുടെ രാഷ്ട്രപതിയുടെ ഒരു തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രപതിയെ ഇതാണ് പേര് നിർദ്ദേശിച്ചപ്പോഴാണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളിലും ഒരു
BJP എന്ന് പറയുന്ന ഒരു ഹിന്ദു മത വർഗീയ പാർട്ടി എന്നതിനപ്പുറം മോദിയുടെ ഒരു പ്രഭാവം വന്നതിന് ശേഷം എല്ലാ മതസൗഹാർദ്ദ പാർട്ടി അല്ലെങ്കിൽ മതത്തിനതീതമായിട്ടുള്ള ഒരു പ്രീണന രാഷ്ട്രീയം മതരാഷ്ട്രീയവും കൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവർക്കും തുല്യ ഇത് നൽകുന്ന ഒരു പാർട്ടി എന്നുള്ള ഒരു ലേബലിലേക്ക് മോദി BJPയെ വളർത്തി എന്ന് തന്നെ പറയാം. അങ്ങനെയെങ്കിൽ ഉപരാഷ്ട്ര പദവി വരുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പേര് വന്നുകൂടായികയില്ലല്ലോ, കാരണം ബീഹാർ തെരഞ്ഞെടുപ്പും ഒക്കെ മുൻനിർത്തിക്കൊണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനെ നമ്മൾ നേരത്തെ തന്നെ ഈ ഉപരാഷ്ട്രപതി സ്ഥാനം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അതായത് ഇപ്പോഴത്തെ രാജിവെച്ച ഉപരാഷ്ട്രപതി 2022 ഓഗസ്റ്റിലാണ് വരുന്നത്. അന്ന് നമ്മൾ പ്രതീക്ഷിച്ചു ആരിഫ് മുഹമ്മദ് ഖാനെ ആയിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അന്ന് പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന അദ്ദേഹത്തെയാണ് ഇവിടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ ബംഗാൾ ഗവർണറായിരിക്കുന്ന അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയാലും ഒന്നും തെറ്റു പറയാനില്ല, അങ്ങനെ സംഭവിക്കാം. ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും നമുക്ക് ഒന്നുകൂടെ അഭിമാനിക്കാൻ വകയുണ്ട്. കാരണം അദ്ദേഹം നമുക്കിപ്പോൾ ഒരു മലയാളിയെ പോലെ ആയി തീർന്നിരിക്കുകയാണ്. നമ്മളുമായിട്ട് വലിയ ബന്ധം, സാധാരണ ഒരു ഗവർണറിൽ നിന്ന് വ്യത്യസ്തമായി ഗവർണർ എന്നൊരാളുണ്ടോ എന്ന് കേരളത്തിൽ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തി. കാരണം സാധാരണ വരുന്ന ഗവർണർ ഇന്ന ആള് വലിയൊരു ഏത് ഗവർണർ വന്നു പോയി എന്നുള്ളൊരു സാധാരണ ജനങ്ങൾക്ക് ഒരുപക്ഷെ പിടികിട്ടില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരാളുണ്ട് എന്ന്, ഗവർണർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗവർണറുടെ പൊസിഷൻ ഇന്നതൊക്കെ ആടെ ഊവേ എന്നുള്ളൊരു മട്ടിൽ കാണിച്ചു കൊടുത്ത ഒരു ഗവർണറല്ലേ. അവിടുന്ന് തുടങ്ങിയല്ലോ പോരാട്ടങ്ങൾ. നമ്മുടെ ഈ കേരളത്തിലെ പാതയോരങ്ങളൊക്കെ അദ്ദേഹത്തിന് നല്ലോണം അറിയാവുന്നുള്ള ആളാണ്. അതുകൊണ്ട് കേരളത്തെ മനസ്സിലാക്കി മലയാളികളും അദ്ദേഹത്തെയും മനസ്സിലാക്കുകയും ചെയ്ത് നല്ലൊരു അടുപ്പം സ്ഥാപിച്ചു എന്നുള്ളതാണ്. അതിനോടൊപ്പം പറയുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്, ശ്രീധരൻപിള്ള. ശ്രീധരൻപിള്ള ഗവർണറായിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഗോവ ഗവർണറായിട്ട് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. മുമ്പ് മിസോറാമിലും ഗവർണറായിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിനും അനുകൂലമായൊരു സാഹചര്യമാണ്. എന്നാലും ഏറ്റവും കൂടുതൽ ഒരു സാധ്യത വരുന്നത് തരൂരിനാണ്. ശ്രീധരൻപിള്ളയുടെ ഒരു ഹൈ പ്രൊഫൈൽ തന്നെയാണ്. അദ്ദേഹം അഭിഭാഷകനാണ്. 2016 ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. പിന്നീട് അവിടെ ഒരു വലിയ ചതുഷ്കോണ മത്സരമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹം വലിയ സേവനം തന്നെ കാഴ്ചവെച്ച ആളാണ്. സദാനന്ദന്റെ കാര്യവും ഇപ്പോൾ ഈ പറഞ്ഞോണം രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യമൊക്കെ BJP സർക്കാർ എന്താണ് തീരുമാനം, നരേന്ദ്രമോദി സർക്കാർ എന്താ തീരുമാനിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് അവരുടെ ചില കാര്യങ്ങൾ, പദ്ധതികൾ എന്ന് പറയുന്നത്. ഇപ്പോൾ തരൂരിൻ്റെ പേര് പറയുമ്പോൾ തരൂരിനെ എന്ന കൃത്യമായ സ്ഥാനം കൊടുക്കണമെന്ന് മോദി ആവശ്യപ്പെടുന്നുണ്ട്, വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇനി ഒരു നയതന്ത്ര കാര്യങ്ങളിലേക്ക് നീക്കാൻ വേണ്ടിയിട്ട് വിദേശകാര്യ വകുപ്പ് കൊടുത്തുകൊണ്ട് അവിടുന്ന് ആരെങ്കിലും ഉപരാഷ്ട്ര പദവി കൊടുക്കാനുമാവും. ഇങ്ങനെയൊക്കെ ഒരു കോയിൻസിഡൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. കാരണം തരൂരിനെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മോദിക്ക് അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തരൂരിന് കുറച്ചുകൂടി കൈകാര്യം ചെയ്യുന്ന പദവി നൽകിക്കൊണ്ട് അവിടുന്ന് ആരെങ്കിലും ഈ ഒരു പദവിയിലേക്ക് മാറ്റാനുള്ള സാധ്യതയുമില്ലേ? ഇതിപ്പോൾ നമ്മൾ പറയുന്ന ഈ 3 പേരല്ലാതെ ചിലപ്പോൾ ആരെങ്കിലും കയറി വരാം. കാരണം മോദിയും അമിത്ഷായും അതൊക്കെ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. RSSും ഇതിൻ്റെ പിന്നിലുണ്ട്. അവർ തീർച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത്. ഇതേപോലെ അമിത്ഷായുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കും. ആ കൂടിക്കാഴ്ചയിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനങ്ങൾ എടുക്കും. അതെ, അതുണ്ടാകും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അപ്രതീക്ഷിതമായ രാജി വന്നു. അതിന്മേൽ ഇനിയും കൂടുതൽ ചർച്ചയ്ക്ക് വഴിതെളിക്കാതെ പുതിയ ഒരു ഉപരാഷ്ട്രപതിയെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർ 3 പേരിൽ ആരെങ്കിലും വന്നാലും നമുക്ക് അഭിമാനിക്കാം.